നമസ്കാരം. തന്ത്രി കള്ളരര് രാജീവരുടെ ഒരു അനുജ്ഞയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ചില പ്രത്യേകതരം അനുജ്ഞയുണ്ട്. അതായത് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകാത്ത അനുജ്ഞ, എന്നാൽ ഇവർ ചെയ്താൽ അത് മഹത്തരമായിട്ടുള്ളൊരു അനുജ്ഞ. അങ്ങനെ ഒരു അനുജ്ഞ ഒരു സ്ത്രീക്ക് ഇദ്ദേഹം 5000 രൂപയും മേടിച്ചുകൊണ്ട് കൊടുത്ത ഒരു ഉദാഹരണം, അതിൻ്റെ ഒരു ടെലിവിഷൻ ദൃശ്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. നാട്ടുകാർ കാണണം. മഹാനുഭാവന്മാരായിട്ടുള്ള നമ്മുടെ തന്ത്രിമാരുണ്ടല്ലോ, ആടാപ്പാടല്ല ഉടായിപ്പാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതായത് ഒരു സ്ത്രീയെ 5000 രൂപയും മേടിച്ചുകൊണ്ട് ശബരിമലയിൽ കയറ്റിയിട്ടുണ്ടെന്ന് അവർ തുറന്നു പറയുകയാണ്. നിങ്ങളിത് കേൾക്കണം. സ്ത്രീ പ്രവേശന സമയത്ത് അദ്ദേഹം എന്തോ ആചാര ലംഘനം നടക്കാൻ പോകുന്നു എന്ന പേരിൽ ഡോർ പിടിച്ചടച്ചു, അല്ലെങ്കിൽ നട അടയ്ക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വികാരം ഉണർന്നല്ലോ. നിങ്ങൾ ഈ പൈസ കിട്ടിയാൽ കൊടുക്കുന്ന അനുജ്ഞയെക്കുറിച്ച് അറിയണം. നേരത്തെ ഒരു മോഹനരെ കുറിച്ച് അറിഞ്ഞു. നേരെ ഈ അയ്യപ്പന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എവിടെ പോയി, മറ്റേ വ്യഭിചാരത്തിന് പോയ ഒരാളെ കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് അതേപോലെ വന്ന് ആ വിഗ്രഹത്തിൽ കയറി പൂജ ചെയ്തപ്പോൾ അയ്യപ്പൻ ഒരു കോപം ഉണ്ടായില്ല. അതുപോലെ തന്നെ രാജീവർ എന്ന ആ മഹാനുഭാവനായിട്ടുള്ള തന്ത്രി ചെയ്തു കൊടുത്തൊരു അനുജ്ഞയെക്കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കൂ. താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. കണ്ഠര രാജീവ് അദ്ദേഹം തന്ത്രിയായിരുന്ന ഒരു ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകയായിരുന്നു ഞാൻ. അന്ന് എനിക്ക് മക്കളില്ലായിരുന്നു. 10 വർഷം എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞാൻ മദ്രാസിൽ താമസിച്ചിരുന്ന സമയത്ത് ശരണം അയ്യപ്പ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റണം. അപ്പോൾ ഞാൻ കണ്ഠര അദ്ദേഹത്തിനെ കാണണമെങ്കിൽ 5000 രൂപ കൊടുക്കണം. ഞാൻ ഈ പൈസ ഒപ്പിച്ച് ഒരു ഏജന്റ് ഉണ്ട് അദ്ദേഹത്തിന് ആ ക്ഷേത്രത്തിൽ. അന്നത്തെ കാലമാണ്. അന്ന് ഞാൻ 5000 രൂപ കൊടുത്താലേ അദ്ദേഹം സംസാരിക്കുള്ളൂ. ഭക്തന്റെ ഞാൻ തുറന്നു പറയാം, സ്വാമിയെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു എന്നോട്. മകനെ കൊണ്ട് 18 മല ചവിട്ടാമെന്ന് നേർന്നോളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ നോക്കി, എനിക്ക് വരെ ഞാൻ പോയി എന്നുള്ളതാണ് പരമമായ സത്യം. എനിക്ക് മകനെ കിട്ടി. ഒരു ഉത്തമ സ്ത്രീയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഒരു കുറവും അയ്യപ്പൻ തന്നിട്ടില്ല. നിങ്ങൾ കൈയടിക്കേണ്ട, നിങ്ങൾ എന്നെ പുറത്തോളൂ, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് ഒരു കുറവുകളുമില്ല. ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട്. എനിക്ക് ഇനി ഞാൻ നിയമപരമായിട്ട് എനിക്ക് പോകാം. ഇനിയിപ്പോ എനിക്ക് പോകാൻ പറ്റാതെ, എനിക്ക് വേണമെങ്കിൽ പോയായിരുന്നു. ഏത് വർഷമാണ് ചേച്ചി പോയത്? ഞാൻ അതൊന്നും ഡിസ്ക്ലോസ്, അത് കണ്ഠര രാജീവരോട് ചോദിക്കണം. അദ്ദേഹമാണ് എന്നെ പോകാൻ പറഞ്ഞത്. കുഞ്ഞുണ്ടാകുന്നില്ല, അനുജ്ഞ നേരെ ശബരിമലയെ പൊയ്ക്കൂ എന്നുള്ളതാണ്. അവരവിടെ പോയി ദർശനം നടത്തിയത്രേ. ആ വീഡിയോയിൽ കാണുമ്പോൾ അവർക്ക് എത്ര വയസ്സുണ്ട്? അവർക്ക് ശബരിമലയിൽ പോകാനുള്ള ഏജ് 1000 ഉണ്ടാവുള്ളൂ. അതിന് വർഷങ്ങൾക്ക് മുന്നേ ഒരു കുഞ്ഞുണ്ടാകാത്തതിന്റെ പ്രശ്നമായിട്ട് ചെന്നപ്പോൾ 5000 രൂപ വേണമെന്ന്. പാവപ്പെട്ട ഒരാളാണ്. 5000 രൂപ കൊടുത്ത് കാണാൻ ആരാണ് എന്ന് നമ്മൾ ചോദിക്കണ്ടേ? ഈ കണ്ഠരർ മോഹനർ, യഥാർത്ഥ പേരെന്താണ്? മോഹനൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ഗുമ്മില്ല. അതുകൊണ്ട് ഒരു ഗുമ്മാക്കാൻ വേണ്ടി കണ്ഠരർ അല്ലെങ്കിൽ ബ്രഹ്മശ്രീ എന്നൊക്കെ അടിച്ചു വെച്ചിട്ട് മോഹനൻ എന്ത് പറയും? തന്ത്രി ഗും പേരുള്ള ആളാണ്, അത് എന്നെ കാണാൻ വരണമെങ്കിൽ 5000 രൂപ. വെള്ളം ഇറങ്ങി ചാവോടെ നിങ്ങളൊക്കെ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കണം. അതായത് ഈ പൂജാതി വിധികളുടെ ഭാഗമായിട്ടൊരു പാവപ്പെട്ട സ്ത്രീ ഒന്ന് കാണണം. ഏത് വിശ്വാസത്തിന്റെ പുറത്ത് വന്നാൽ 5000 രൂപ വർഷങ്ങൾക്ക് മുന്നേ ഇവൻ ഇങ്ങനെ വാങ്ങിച്ചുണ്ടാക്കിയ പൈസകളൊക്കെ കൈവശം ഇരുന്നു കൊണ്ട് ഇവനെ ദ്രോഹിക്കാതിരിക്കൂ. എന്തുകൊണ്ടാണ് ബ്രാഹ്മണ സമൂഹം തകർന്നു പോകുന്നത്? കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മനുഷ്യരുടെ പൈസ ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ്. ആ പൈസ, അതായത് രാവന്തിയോളം വെയിൽ കൊണ്ടുണ്ടാക്കുന്ന പൈസ, അതിനെ ഈ കള്ളങ്ങളും കാപട്യങ്ങളും വിശ്വാസങ്ങളും പറഞ്ഞ് തട്ടിയെടുത്തതിന് ശേഷം അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് യവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്തായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ഒരു തൊഴിൽ ഒന്ന് ജസ്റ്റ് കാണുന്നതിന് 5000 രൂപ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് അങ്ങനെ കിട്ടുന്നതുണ്ടോ? ഇയാൾ ആരാണ്? എന്താണ്? ഇയാളെ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ അവരോധിച്ചിരിക്കുകയാണ്. നാട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്ത്രീയുടെ അനുഭവമാണ് നിങ്ങൾ കേട്ടത്. 5000 രൂപ മേടിച്ചുകൊണ്ട് ശബരിമലയെ കയറ്റിയിട്ടുണ്ടത്രേ. ഒരു ആചാര ലംഘനമല്ല. തന്ത്രി കയറ്റിയ അത് ഓക്കെയാണ്. തന്ത്രിയാണ് തീരുമാനിക്കുന്നത് അയ്യപ്പൻ അതൃപ്തി ഉണ്ടോ ഇല്ല എന്നുള്ള. അനുജ്ഞയുടെ കാര്യമൊക്കെ ഞങ്ങളാണ് ഇതുപോലുള്ള ഉടായിപ്പ് കള്ളങ്ങൾ പറഞ്ഞ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ നോക്കുകയാണെങ്കിൽ അയ്യപ്പൻ എന്ന വിഗ്രഹത്തോടോ ആ വിശ്വാസത്തോടോ ഇവർക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ മോഷ്ടിക്കുമോ? അത് വെച്ച് ഇങ്ങനെ പണം ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. അപ്പൊ ഇവർക്കേ വിശ്വാസമില്ല. വിശ്വാസം മുഴുവൻ ആർക്കാണ്? ഈ പാവപ്പെട്ട മനുഷ്യർക്ക്. തിരിച്ചറിയും. ഒരു സ്ത്രീ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ടെലിവിഷൻ ഷോയിൽ പറഞ്ഞതാണ്. തന്ത്രിമാരെന്നൊക്കെ പറഞ്ഞാൽ 916 കള്ളന്മാരാണെന്നും എങ്ങനെയൊക്കെ ജനങ്ങളെ പിടുങ്ങി പൈസ പിടിച്ചു പറിക്കാമെന്ന് ചിന്തിക്കുന്നവന്മാർ മാത്രമാണ്. ഒരു സ്ത്രീ ആവലാതി പറയാൻ വന്നപ്പോൾ 5000 രൂപ പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെയൊന്നും ഒരു കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല. ആ പണം മേടിച്ചെടുത്തത് തികയാതെയാണ് അയ്യപ്പന്റെ സ്വർണം കൂടി ഊരി വിറ്റ് പൈസ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. നാട്ടുകാർ ഈ വസ്തുത മനസ്സിലാക്കുക. പക്ഷേ ഈ ബിംബത്തെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ ആൾക്കൂട്ടം നമ്മുടെ നാട്ടിലുണ്ട്. അവർ ഇതുപോലെ സുമുഖന്മാരായി വന്ന് നമ്മളോട് അയ്യോ തന്ത്രി എന്ന് പറഞ്ഞാൽ മഹാനാണെന്നുള്ള രീതിയിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ, കഠിനമായ ചില വാക്കുകൾ
വാക്കുകൾ ചേർത്ത് പറയുമ്പോൾ എന്തോ ഒരു സംഭവമാണെന്ന് തോന്നും. ഒരു ചുക്കുമല്ല, കള്ളനാണ്, കൊള്ളക്കാരനാണെന്ന് ആവർത്തിച്ച് പറയാൻ ഈ സമൂഹത്തിന് ധൈര്യമുണ്ടാകേണ്ട സന്ദർഭമാണെന്ന് മാത്രമേ ഈ ഒരൊറ്റ ഉദാഹരണത്തെ മുൻനിർത്തി പറഞ്ഞു വെക്കുന്നുള്ളൂ.